അങ്ങനെ സൗദിയിൽ വന്ന് 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലാണ്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നൊരു ദിവസം ഇരുന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കാൻ. കാരണം ഇവിടെ കുക്കിംഗ് ഒന്നും ഇല്ല. ഞാൻ 10-20 ദിവസത്തേക്ക് വന്നത് കാരണം കുക്കിംഗ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ കെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കോഫി എന്തെങ്കിലും കുടിക്കാമെന്ന്. അപ്പോൾ എനിക്ക് ആളിങ്ങനെ ഓരോ കടകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ നൈസായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ലപോലെ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് പുറത്തിറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ച് എന്തൊക്കെയോ കാണിച്ച് അതൊക്കെ തുറന്ന് പുറത്തിറങ്ങി. ആ കാണുന്ന മെക്ഡിയിലേക്കാണ് എൻ്റെ ഉന്നം. അങ്ങനെ നമ്മളിവിടെ ഷെയ്ഡിൻ്റെ താഴെ ഇരുന്ന് അവരെ കരിഞ്ഞു പോകും. അങ്ങനെ ഞാൻ എങ്ങനെയോ അവിടെ എത്തി ഓർഡറൊക്കെ ചെയ്ത് പ്ലേസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഇവരെന്നോട് പറഞ്ഞു പ്രൈവസി റൂമിലോട്ട് പോയിക്കോ. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ കോഫിയൊക്കെ കുടിച്ചു. നല്ല കോഫിയല്ല, ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും റോഡൊക്കെ ക്രോസ് ചെയ്യാൻ അവരെനിക്ക് നിർത്തിയൊക്കെ തന്നു കാറ്. നാട്ടിലെ പോലെ, കാരണം ഇവിടെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും മുൻഗണന ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരാൾ എന്തോ എന്നെ കണ്ടപ്പോഴേക്കും പറഞ്ഞു. ഞാൻ അപ്പോൾ അത് മൈൻഡ് ചെയ്യാണ്ട് നടന്നു. കാരണം എനിക്ക് അറബി അറിയില്ല, അയാൾ അറബിയിലാണ് പറഞ്ഞത്. അതിന് ശേഷം ആ സെയിം ആൾ ഞാൻ റൂമിൻ്റെ അങ്ങോട്ട് കയറിയപ്പോഴേക്കും അവിടെ കാറ് നിർത്തിയിട്ടിട്ട് എന്നോട് വീണ്ടും എന്തോ പറഞ്ഞു. ഇയാളെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഇയാളൊരു നീല കളർ ടീഷർട്ട് ഇട്ടിട്ടായിരുന്നത്. കുറച്ച് തടിച്ചിട്ട് ഒരു അറബിയാണെന്ന് തോന്നുന്നു, അറബിയിലാണ് പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ലപോലെ കിളി പോയി. ഞാൻ പെട്ടെന്ന് റൂമിൽ കയറി വാതിൽ തുറക്കാൻ പറ്റാണ്ട് ഞാൻ കുത്തി തുറന്ന് അകത്ത് കയറി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആൾ സെക്യൂരിറ്റീനെയൊക്കെ വിളിച്ച് താഴെ നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ്